എൻ്റെ പേര് രാജൻ, യൂണിവേഴ്സിറ്റി കോളേജിലെ തമിഴ് പ്രൊഫസറാണ്. എനിക്കൊരു സംശയമുള്ളത്, ഇപ്പം ദൈവം ഈ ലോകത്തേക്ക് സൃഷ്ടിച്ച് ആണിനും പെണ്ണിനും സൃഷ്ടിച്ച് അതിൽ നിന്ന് പരസ്പരം നമ്മൾ മനസ്സിലാക്കാനാണ് ഇങ്ങനെ പല ജാതി മതം എല്ലാം ഉണ്ടായെന്ന്. അതുകൊണ്ടല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഈ ലോകത്തുണ്ടായത്. ഒരു ജാതി ഒരു മതം അല്ലെ ആണും പെണ്ണും അതിൽ നിന്ന് ഉണ്ടായവരാണ് നമ്മളെല്ലാവരും. ദൈവം ഇങ്ങനെ ഒന്ന് വെച്ചില്ലെങ്കിൽ നമുക്കിത്രയും പ്രശ്നം വരുത്തില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ സാറിന്റെ ചോദ്യം ജാതിയും മതങ്ങളുമെല്ലാം പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ് വെച്ചത്. അപ്പൊ അങ്ങനെ വെച്ചില്ലായിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഖുർആൻ പറയുന്നതും വേദഗ്രന്ഥങ്ങൾ പറയുന്നതുമല്ല യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് മനുഷ്യരെ. ആ നിങ്ങളിലുള്ള വിഭാഗങ്ങൾ, തറവാടുകൾ, പ്രദേശങ്ങൾ, ഇതെല്ലാം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അത് നിങ്ങളിൽ ഉത്തമൻ ജന്മത്തിന്റെ പേരിലുള്ള വിഭാഗങ്ങളിൽപ്പെട്ടവരല്ല, മറിച്ച് ജീവിതത്തെ ദൈവിക മാർഗനിർദ്ദേശം അനുസരിച്ച് പരിവർത്തിപ്പിക്കുന്നവരാണ് നിങ്ങളിൽ ഉത്തമൻ. ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ ഒരു ധാരണ മതങ്ങളും അതേപോലെ തന്നെ ജാതികളുമല്ല ഈ രൂപത്തിൽ പരസ്പരം തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് നമ്മുടെ മേൽവിലാസങ്ങളായി മാറുന്ന കാര്യങ്ങൾ. കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള ആളുകൾ, മലയാള ഭാഷ സംസാരിക്കുന്നവർ, ആ മലയാള ഭാഷ സംസാരിക്കുന്നവരിലെ ഇന്ന തറവാട്ടുകാർ, ഇതെല്ലാമാണ് പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള മേൽവിലാസങ്ങൾ. മറ്റേത് മനുഷ്യന്റെ സ്വാഭാവികതയാണ് മനുഷ്യന് നൽകപ്പെട്ട സ്വാതന്ത്ര്യം. ദൈവം തമ്പുരാൻ മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അവന്റെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ നാഗരികതകൾ പടക്കുവാൻ പ്രാപ്തമാക്കുന്നത്, അതോടൊപ്പം തന്നെ നാഗരികതകൾ നശിപ്പിക്കുവാൻ പ്രാപ്തമാക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളുണ്ട്. ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങൾ. ആ ജീവവർഗങ്ങൾക്കെല്ലാം പലതിനും നമ്മളെപ്പോലെയുള്ള കണ്ണും കാതും മൂക്കും നാക്കും തലച്ചോറും എല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യൻ മാത്രമാണ് നാഗരികതകൾ പഠിച്ചിട്ടുള്ളത്. മനുഷ്യനെ കൊണ്ട് മാത്രമാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു ജീവിയും നൂറ്റാണ്ടുകളായി നടന്നു പോകുന്ന ഒരു ജീവി ഒരു ചക്രം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒരു ജീവിയും 5000 ഭൂമികളെ നശിപ്പിക്കുവാൻ ആവശ്യമായ ഒരു ആയുധങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിനെ കുറിച്ചും ആലോചിച്ചിട്ടില്ല. ഇത് മനുഷ്യാസ്തിത്വത്തിന്റെ രണ്ട് വിരുദ്ധ ഭാഗങ്ങളാണ്. ഖുർആൻ പറയുന്നുണ്ട്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. മനുഷ്യരെ അത്യുന്നതമായ രൂപത്തിൽ സൃഷ്ടിച്ചു, അതേപോലെ തന്നെ അവൻ അധമനായി മാറുകയും ചെയ്യും. ഇവിടെ മനുഷ്യ സൃഷ്ടിയുടെ സവിശേഷത അവന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യമാണ് മനുഷ്യന് നാഗരികതകൾ പടക്കുവാനുള്ള പ്രാപ്തി നൽകുന്നത്. ആ സ്വാതന്ത്ര്യമാണ് നാഗരികതകൾ നശിപ്പിക്കുവാനുള്ള കഴിവ് നൽകുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ അവിടെ മനുഷ്യരെ ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായത്. ജന്തുക്കൾ നമ്മൾ നോക്കുക. ജന്തുലോകത്ത് ഞാനിവിടെ പറഞ്ഞു ദശലക്ഷക്കണക്കിന് ജീവിവർഗങ്ങൾ ഉണ്ടായിട്ട് അവിടെയൊന്നും കാട്ടിലൊന്നും നമ്മുടെ ഒരു നിയമവും ആവശ്യമായി വന്നിട്ടില്ല. ഈസോപ്പ് കഥകളിലും പഞ്ചതന്ത്രം കഥകളിലും മാത്രമാണ് കാട്ടിലെ പോലീസും ജഡ്ജിയും രാജാവുമെല്ലാം ഉള്ളത്. അവിടെ ഒരു നിയമവും ഇല്ലാഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല. എന്നാൽ മനുഷ്യലോകത്തോ? മനുഷ്യന്റെ ലോകത്ത് നിയമങ്ങൾ അനിവാര്യമാണ്. എന്തുകൊണ്ടാണത്? മനുഷ്യന്റെ ലോകത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു 5 നിമിഷം ലോകത്തെല്ലാ മനുഷ്യരും, ലോകത്തുള്ള മനുഷ്യരൊന്നും തന്നെ 5 മിനിറ്റ് നേരത്തേക്ക് ഒന്നും ഒരു നിയമം അനുസരിക്കേണ്ടതില്ല എന്ന് ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു വിചാരിക്കുക. ഒരു 5 മിനിറ്റ് ആർക്കും ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. അപ്പോൾ 6ാമത്തെ മിനിറ്റ് ഉണ്ടാകൂല എന്ന് നമുക്കറിയാം. 5000 ഭൂമികളെ നശിപ്പിക്കുവാൻ ആവശ്യമായ ആയുധപ്പുരകളുടെ സ്വിച്ചുകൾക്ക് താഴെയാണ് നമ്മളിൽ പലരും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്വാതന്ത്ര്യം നാശത്തിനും നന്മക്കും കാരണമാകുമെങ്കിൽ അവിടെ കൃത്യമായ മാർഗനിർദ്ദേശം ആവശ്യമുണ്ട്.
ആ മാർഗനിർദ്ദേശം സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത രൂപത്തിലാകണം. അതിനാണ് പ്രവാചകന്മാരെ പുറത്തു നിന്ന് ഒരു മനുഷ്യർക്ക് സ്വീകരിക്കാം, തിരസ്കരിക്കാം, ആ രൂപത്തിൽ പടച്ചതമ്പുരാൻ പറഞ്ഞയച്ചത്. ആ പ്രവാചകന്മാരുടെ സന്ദേശത്തെ സ്വീകരിച്ചവരുണ്ടായി, തിരസ്കരിച്ചവരുണ്ടായി. ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായി. അതാണ് വിഭാഗങ്ങൾ ഉണ്ടായത്. അതല്ലാതെ ഈ ആദർശപരമായ വ്യത്യാസങ്ങൾ മേൽവിലാസങ്ങളാണ് എന്നല്ല പറഞ്ഞത്. മറിച്ച് ജന്മത്തിന്റെ പേരിലുള്ള വ്യത്യാസങ്ങൾ, ഒരു പ്രത്യേക ഗോത്രത്തിൽപ്പെട്ടവനാണ്, ഒരു പ്രത്യേക നാട്ടിൽപ്പെട്ടവനാണ്, ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നവനാണ് എന്നെല്ലാമുള്ളത് പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള മേൽവിലാസമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, വേദഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ളത്.